പാലായിൽ വെച്ച് നടത്തപ്പെട്ട സീറോ മലബാർ സഭയുടെ 5ാമത് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയുടെ 2ാം ദിനത്തിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവിന് സഭയുടെ മുഴുവൻ ആദരവ് സമർപ്പിക്കുന്ന ചടങ്ങിൽ നിന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏതാനും ചില അൽമായ പ്രതിനിധികൾ ഇറങ്ങിപ്പോയ സംഭവത്തിൽ പ്രസ്താവന പുറപ്പെടുവിച്ച് സീറോ മലബാർ സഭ മീഡിയ കമ്മീഷൻ. പ്രസ്താവനയിലേക്ക്. പാലായിൽ വെച്ച് നടത്തപ്പെട്ട സീറോ മലബാർ സഭയുടെ 5ാമത് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയുടെ 2ാം ദിനമായ 2024 ഓഗസ്റ്റ് 23 ഉച്ചകഴിഞ്ഞ് 3:15 മുതലുള്ള സമയം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവിന് സഭയുടെ മുഴുവൻ ആദരവ് സമർപ്പിക്കുന്ന ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നു. ഇന്ത്യ മുഴുവനുമുള്ള സഭയുടെ പ്രവർത്തന സ്വാതന്ത്ര്യം മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പള്ളികൾ സഭാ കാര്യാലയത്തോട് ചേർന്നുള്ള ഹെറിറ്റേജ് ആൻഡ് റിസർച്ച് സെന്റർ, മെൽബൺ, മിസിസാഗ, യൂറോപ്പിലെ അപ്പസ്തോലിക് വിസിറ്റേഷൻ രൂപതകളുടെ സ്ഥാപനം ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് സഭാപ്രവർത്തനത്തിന് വാതിൽ തുറക്കാനുള്ള സാഹചര്യം എന്നിങ്ങനെ ഒട്ടേറെ വേറിട്ട മുന്നേറ്റങ്ങൾക്ക് ആലഞ്ചേരി പിതാവ് നേതൃത്വം നൽകിയിട്ടുണ്ട്. ഒരു വ്യാഴവട്ടക്കാലം മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ അദ്ദേഹം നൽകിയ നേതൃത്വ ശുശ്രൂഷകൾക്ക് അസംബ്ലിയിലെ പ്രതിനിധികൾ നൽകിയ ആദരവുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ പ്രചരിപ്പിക്കപ്പെട്ടതായി ശ്രദ്ധയിൽപ്പെട്ടു. പ്രസ്തുത ചടങ്ങിൽ നിന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏതാനും ചില അൽമായ പ്രതിനിധികൾ ഇറങ്ങിപ്പോയത് ചടങ്ങിന് യാതൊരു വിധത്തിലുള്ള തടസ്സമുണ്ടാക്കിയിട്ടില്ല. കാരണം ആദരിക്കൽ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്ന് പ്രതിഷേധം രേഖപ്പെടുത്തുന്നു എന്ന് അറിയിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 7 അൽമായ പ്രതിനിധികൾ മേജർ ആർച്ച് ബിഷപ്പിന് നൽകിയ കത്ത് അവർ തന്നെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചടങ്ങ് ബഹിഷ്കരിച്ചു എന്ന രീതിയിൽ ആസൂത്രിതമായി വാർത്ത നൽകുകയും ചെയ്തപ്പോഴാണ് അസംബ്ലി അംഗങ്ങൾ ഇക്കാര്യം അറിയുന്നത്. സഭയുടെ കൂട്ടായ്മയ്ക്കും അസംബ്ലിയുടെ സ്നേഹചൈതന്യത്തിനും യോജിക്കാത്ത ഈ പ്രവൃത്തിയെ അസംബ്ലി അപലപിക്കുകയും തിരുത്തുകയും ചെയ്തിരുന്നു. വളരെ ഹൃദ്യമായി നടന്ന ഈ ആഘോഷത്തെ മാധ്യമങ്ങളിലൂടെ ചിലരെങ്കിലും അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചത് ഏറെ ദുഃഖകരമാണെന്ന് സീറോ മലബാർ സഭ മീഡിയ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ഡോക്ടർ ആന്റണി വടക്കേക്കര VC പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു.